Hello friends. Survey എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, which of the following are reducing scales? 10:1, 10:2, 1:2 and 1:5. അപ്പോൾ എന്താണ് റെഡ്യൂസിങ് സ്കെയിൽ എന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ പലപ്പോഴും നമുക്ക് വരയ്ക്കാനുള്ള ഒന്നെങ്കിൽ ഡ്രോയിങ്സിലേക്ക് അല്ലെങ്കിൽ പ്ലാനുകളിലേക്ക് അല്ലെങ്കിൽ മാപ്പിലൊക്കെ വരയ്ക്കേണ്ടപ്പോൾ നമുക്ക് ഒറിജിനൽ സൈസ് ഓഫ് ദ ഡ്രോയിങ് അല്ലെങ്കിൽ ഒറിജിനൽ സൈസ് ഓഫ് ദ ബോഡി ഒബ്ജക്റ്റ് നമുക്ക് അതേപോലെ തന്നെ ഡ്രോയിങ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ ഒന്നുകിൽ ചെറിയ സൈസാക്കി ആയിരിക്കും വരയ്ക്കുന്നത് അല്ലെങ്കിൽ വലിയ സൈസാക്കി ആയിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സൈസ് മാറ്റി വരയ്ക്കേണ്ടപ്പോൾ അതിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ is defined as ratio of length of the object on the drawing by actual length of the object. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്കെയിൽ മാറ്റി വരയ്ക്കുമ്പോൾ ഈ സ്കെയിൽസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: റെഡ്യൂസിങ് സ്കെയിൽ, എൻലാർജിങ് സ്കെയിൽ ആൻഡ് ഫുൾ സൈസ് സ്കെയിൽ. ഇപ്പോൾ റെഡ്യൂസിങ് സ്കെയിൽ എന്ന് വെച്ചാൽ രണ്ടാമത്തെ ടേം, അതായത് നമ്മൾ ജനറലി പറയുമ്പോൾ 1:10 അല്ലെങ്കിൽ 1:50, അതായത് രണ്ടാമത് വരുന്ന ടേം വലുതായിരിക്കും. അതായത് ഒറിജിനലി ഉള്ള ഒബ്ജക്റ്റിൻ്റെ സൈസിനേക്കാൾ തീരെ കുറഞ്ഞ സൈസിലായിരിക്കും നമ്മൾ ഡ്രോയിങ്ങിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു 10 meters ഉള്ള റോഡിനെ 1 meter ഉള്ള റോഡായിട്ടായിരിക്കും ഡ്രോയിങ്ങിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഈ 1:10 എന്നുള്ളത് അവിടെ ഒരു റെഡ്യൂസിങ് സ്കെയിലാണ്. അപ്പോൾ ഇതായിരുന്നു നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 1:2ഉം 1:5ഉമാണ് ഇതിൽ റെഡ്യൂസിങ് സ്കെയിലായിട്ട് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ സി. 3 and 4 ആണ് ഇതിൽ റെഡ്യൂസിങ് സ്കെയിലായിട്ട് തന്നിരിക്കുന്നത്. ഇനി മറ്റ് രണ്ട് ടൈപ്സ് ഓഫ് സ്കെയിലൂടെ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞേക്കാം. രണ്ടാമത്തെ ടൈപ്പാണ് എൻലാർജിങ് സ്കെയിൽ. എൻലാർജിങ് സ്കെയിൽ എന്ന് വെച്ചാൽ ഒരു ചെറിയ ഒബ്ജക്റ്റിനെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു പെൻസിലിനെ നമ്മൾ വലുതായിട്ട്, അതായത് ഒരു 5 centimeter സൈസുള്ള പെൻസിലിനെ ഞാനൊരു 10 centimeter സൈസിൽ ലെങ്ത്തിൽ ഞാനൊരു പേപ്പറിൽ വരയ്ക്കുവാണെങ്കിൽ അതൊരു എൻലാർജിങ് സ്കെയിലാണ്. അപ്പോൾ അവിടെ നമുക്ക് ആദ്യം വരുന്ന ഡിജിറ്റ് വലുതായിരിക്കും കമ്പയർ ടു ദ സെക്കൻഡ് ഡിജിറ്റ്. അതായത് 10:1 അല്ലെങ്കിൽ 5:1 അല്ലെങ്കിൽ 20:1, ഇതെല്ലാം എൻലാർജിങ് സ്കെയിൽസ് ആണ്. പിന്നുള്ളത് ഫുൾ സൈസ് സ്കെയിലാണ്. ഫുൾ സൈസ് സ്കെയിൽ എന്ന് വെച്ചാൽ ഒറിജിനലി ആ ഒബ്ജക്റ്റിൻ്റെ സൈസ് എത്രയാണോ അതേ സൈസിൽ തന്നെ ആയിരിക്കും നമ്മൾ ഡ്രോയിങ്ങിൽ അത് വരയ്ക്കുന്നത്. അതായത് 5 centimeter ഉള്ള ഒരു പെൻസിലിനെ 5 centimeter ആയിട്ട് തന്നെ ഡ്രോയിങ്ങിൽ വരയ്ക്കുവാണെങ്കിൽ അതൊരു ഫുൾ സൈസ് സ്കെയിൽസ് ആണ്. അപ്പം 3 ടൈപ്പ് സ്കെയിൽ പഠിച്ചു: റെഡ്യൂസിങ് സ്കെയിൽ, എൻലാർജിങ് സ്കെയിൽ ആൻഡ് ഫുൾ സൈസ് സ്കെയിൽ. റെഡ്യൂസിങ് സ്കെയിൽ ആണെങ്കിൽ രണ്ടാമത്തെ ഡിജിറ്റ് ആയിരിക്കും വലുത് വരുന്നത്. അതായത് ആക്ച്വൽ ഒബ്ജക്റ്റിൻ്റെ സൈസിനേക്കാട്ടിലും ചെറിയ സൈസിലായിരിക്കും നമ്മൾ ഡ്രോയിങ്ങിൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എൻലാർജിങ് സ്കെയിൽ ആണെങ്കിൽ ഒറിജിനലി ഉള്ള ഒബ്ജക്റ്റിൻ്റെ സൈസിനേക്കാട്ടിലും വലിയ സൈസിലായിരിക്കും നമ്മളിത് ഡ്രോയിങ്ങിൽ വരയ്ക്കുന്നത്. പിന്നുള്ളത് ഫുൾ സൈസ് സ്കെയിൽ. ഇപ്പോൾ ഒറിജിനലി എത്ര ആയിരുന്നു ഒബ്ജക്റ്റിൻ്റെ സൈസ് അതേ സൈസിൽ തന്നെയാണ് നമ്മൾ ഡ്രോയിങ്ങിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 3 ടൈപ്പ് സ്കെയിൽസ്. ഈ അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ആക്ച്വൽ ലെങ്ത് ഓഫ് 5 meter ഓഫ് എ റൂം ഇസ് റെപ്രസെൻറ്റഡ് ആസ് 25 mm ലെങ്ത് ഓൺ ഡ്രോയിങ്. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് ദ ഡ്രോയിങ് ഇസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ. ഇപ്പോൾ ന്യൂമറേറ്ററിൽ നമുക്ക് ഡ്രോയിങ്ങിലുള്ള ലെങ്ത്തും കൊടുക്കും, ഡിനോമിനേറ്ററിൽ ആക്ച്വൽ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്തുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡ്രോയിങ്ങിലുള്ള ലെങ്ത്ത് 25 mm ആണ്, ആക്ച്വലി ഉള്ള ലെങ്ത് 5 meters ആണ്. അപ്പോൾ നമ്മളെപ്പോഴും റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ സ്കെയിൽ കണ്ടുപിടിക്കാൻ നേരം ഒരേ യൂണിറ്റിൽ വേണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇടാൻ. അപ്പോൾ ഞാനിവിടെ mm തന്നെ റെപ്രസെൻറ്റ് ചെയ്യുവാണ് എങ്കിൽ 25/5 meter എന്ന് പകരം 5000 mm എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ക്യാൻസൽ ഔട്ട് ആയി പോകുമ്പോൾ നമുക്ക് 1/200 എന്ന് കിട്ടും. അപ്പോൾ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, 1/200. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് സർവേ ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ഇസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്? ഓപ്ഷൻസ്: ജിയോളജിക്കൽ സർവേ, ജിയോഡറ്റിക് സർവേ, പ്ലെയിൻ സർവേ, നൺ ഓഫ് ദീസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് ആദ്യം ജിയോളജിക്കൽ സർവേ ആണ്. ജിയോളജിക്കൽ സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എർത്തിൻ്റെ ക്രസ്റ്റിലുള്ള പല ലെയേഴ്സിനെ, അതായത് റോക്ക് ഫോർമേഷൻസിനെ, പല സോയിൽ സ്ട്രാറ്റ, ഇതിനെയെല്ലാം സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന സർവേ ആണ് ജിയോളജിക്കൽ സർവേ. ഇനി രണ്ടാമത്തെ ജിയോഡറ്റിക് സർവേ ആണ്. നമ്മൾ എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യുന്ന സർവേ, അതിനെ ജിയോഡറ്റിക് സർവേ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് സർവേ ചെയ്യാം: ജിയോഡറ്റിക് സർവേയും ചെയ്യാം, പ്ലെയിൻ സർവേ ചെയ്യാം.
പ്ലെയിൻ സർവേ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എർത്തിൻ്റെ ഷേപ്പ് പ്ലെയിൻ ആണ് എന്ന് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ഏരിയയുടെയൊക്കെ സർവേ, അതായത് ഒരു 200 km² താഴെ വരുന്ന ഏരിയയുടെ സർവേ അല്ല നമുക്ക് പ്ലെയിൻ സർവേ ആയിട്ട് ചെയ്യാം. അവിടെ നമുക്ക് ത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ ലാർജ് ഏരിയാസൊക്കെ, അതായത് മാപ്പൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നേരം, ഇന്ത്യയുടെ മാപ്പ് പ്രിപ്പയർ ചെയ്യുന്ന നേരം, അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ലാർജ് ഏരിയാസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എർത്തിൻ്റെ കർവേച്ചറൂടെ കൺസിഡർ ചെയ്യണം. അപ്പം അങ്ങനെ എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സർവേ ഈസ് കോൾഡ് ജിയോഡെറ്റിക് സർവേ. ഓപ്ഷൻ ബി. Which is the carrier for distance measurement in almost all total stations? അപ്പോൾ ടോട്ടൽ സ്റ്റേഷൻ എന്ന ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അവിടെ ഈ ഡിസ്റ്റൻസ് മെഷർമെൻറ്റിനായിട്ട് യൂസ് ചെയ്യുന്ന കാരിയർ വേവ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ റേഡിയോ വേവ്സ്, ഇൻഫ്രാറെഡ് റേസ്, എക്സ് റേസ് ആൻഡ് ഗാമ റേസ്. അപ്പോൾ ടോട്ടൽ സ്റ്റേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് വേവ്സ് ആണ്. ഇൻഫ്രാറെഡ് വേവ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. The main principle of survey is work from whole to part for preventing accumulation of errors, refer during survey work, identify main survey lines, none of these. പ്രിൻസിപ്പിൾ ഓഫ് സർവേ നമുക്ക് 2 പ്രിൻസിപ്പിൾസ് ഓഫ് സർവേ ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട്. അതായത് നമ്മൾ ഔട്ട്സൈഡ് ബൗണ്ടറിയിൽ സർവേ ചെയ്തിട്ടായിരിക്കും ഇൻറ്റീരിയർ ലൊക്കേഷൻസിലേക്ക് നമ്മൾ സർവേ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ കാരണം എറേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ, മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, പ്രിവെൻറ്റിംഗ് അക്യൂമുലേഷൻ ഓഫ് എറേഴ്സ്. Which measurements are taken at right angles to the chain line of a survey work? Perpendicular offset, oblique offset, ranging, tie line. അപ്പോൾ നമ്മൾ സർവേ വർക്ക് ചെയ്യാൻ നേരം നമ്മുടെ മെയിൻ ലൈനിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് ഓഫ്സെറ്റ് എടുക്കുന്നതിനെ നമ്മൾ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. റൈറ്റ് ആംഗിൾ ഓഫ്സെറ്റ്, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് ഓഫ്സെറ്റ്സ് എടുക്കുന്നു. ഒബ്ലീക്ക് ഓഫ്സെറ്റ് എന്ന് പറയുമ്പോൾ ഈ 90 ഡിഗ്രി അല്ലാതെ വേറൊരു ആംഗിളിൽ നമ്മൾ ഓഫ്സെറ്റ് എടുക്കുമ്പോൾ അതിനെ ഒബ്ലീക്ക് ഓഫ്സെറ്റ് എന്ന് വിളിക്കും. റേഞ്ചിങ് എന്ന് പറയുന്നത് 2 പോയിൻറ്റ്സിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് പോയിന്റ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് റേഞ്ചിങ് എന്ന് വിളിക്കുന്നത്. ഇനി ടൈ ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സർവേ ചെയ്യാൻ നേരം നമ്മൾ ഈ സർവേ ലൈൻസ് നമ്മൾ ഫിക്സ് ചെയ്യാറുണ്ട്. അതിൽ മെയിൻ സ്റ്റേഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻസാണ് മെയിൻ ലൈൻസ്. അതേപോലെ മെയിൻ സ്റ്റേഷൻസിനുള്ളിൽ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ്, ടൈ സ്റ്റേഷൻസ് നമ്മൾ എടുക്കാറുണ്ട്. ഈ ടൈ സ്റ്റേഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലൈൻസാണ് ടൈ ലൈൻസ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്സ്. ദ ലിമിറ്റ് ഓഫ് എറർ ഇൻ 30 മീറ്റർ ചെയിൻ ആസ് പെർ BIS. ഓക്കെ, അപ്പോൾ ചെയിൻ സർവേയിങ് നമ്മൾ ചെയ്യാൻ നേരം ഈ ചെയിൻ നമുക്കറിയാം ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മെറ്റൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ചേഞ്ചസ് ഒക്കെ കാരണം ഇതിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഒക്കെ ഉണ്ടാവും. ഇതുകൊണ്ട് തന്നെ ഈ ചെയിൻ മെഷർമെൻറ്റ്സിൽ എറേഴ്സും വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, ഓരോ ലെങ്ത്തിലും ഇത്ര എറർ വരെ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെത്ര എന്നുള്ളത് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 1 മീറ്ററിനുള്ളിൽ ±2 mm വരെ എറർ പെർമിറ്റഡ് ആണ്. 5 മീറ്റേഴ്സിനുള്ളിൽ ±3 mm, 20 മീറ്റർ ചെയിൻസിൽ ±5 mm ആൻഡ് 30 മീറ്റർ ചെയിൻസിൽ ±8 mm വരെ എറർ BIS പ്രകാരം പെർമിറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്ന 30 മീറ്റർ ചെയിൻ്റെ പെർമിറ്റഡ് എറർ ആയിരുന്നു. അപ്പോൾ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ±8 mm. The length of a line measured with a 20 meter chain was found to be 250 meters. Calculate the true length of the line if the chain was 10 centimeters too long. ഓക്കെ, ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 20 മീറ്റർ ലെങ്ത് ആണെന്ന് പറഞ്ഞ് നമ്മളൊരു ചെയിൻ വെച്ച് നമ്മൾ മെഷർമെൻറ്റ് ചെയ്തു. അങ്ങനെ ലെങ്ത് നമുക്ക് 250 മീറ്റർ എന്ന് കിട്ടി. എന്നാൽ പിന്നീടാണ് അറിയുന്നത് ഇത് ആക്ച്വലി 20 മീറ്റേഴ്സ് അല്ല, എക്സ്ട്രാ ഒരു 10 സെൻറ്റിമീറ്റേഴ്സ് കൂടി ഇതിൻ്റെ ലെങ്ത് ഉണ്ടെന്നുള്ളത്. അതായത് ചെയിനിൻ്റെ ലെങ്ത്തിൽ എറർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആക്ച്വൽ ലെങ്ത് എത്ര ആണെന്നുള്ളത്, ഈ 250 എന്ന് പറഞ്ഞ് നമ്മൾ മെഷർ ചെയ്ത ലൈനിൻ്റെ ആക്ച്വൽ ലെങ്ത് എത്ര ആണ് എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് വരുന്നത് എറേഴ്സ് ഇൻ ചെയിൻ സർവേയിങ് എന്ന ടോപ്പിക്കിൽ നിന്നാണ്. അപ്പോൾ അതിൽ ഈ ഒരു പർട്ടിക്കുലർ എററിനെ നമ്മൾ കറക്ഷൻ ഡ്യൂ ടു സ്റ്റാൻഡേർഡൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ട്രൂ ലെങ്ത് ഇസ് ഈക്വൽ ടു മെഷേർഡ് ലെങ്ത് ഇൻറ്റു ആക്ച്വൽ ലെങ്ത് ബൈ ഡെസിഗ്നേറ്റഡ് ലെങ്ത്. അപ്പോൾ ഇതിൽ മെഷേർഡ് ലെങ്ത് നമുക്ക് 250
മീറ്റേഴ്സ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരേ യൂണിറ്റിലേക്ക് എല്ലാത്തിനെ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെൻറ്റിമീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ 250 മീറ്റേഴ്സിനെ നമുക്ക് 25,000 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇൻറ്റു നമ്മുടെ ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത് 20 മീറ്റേഴ്സ് പ്ലസ് 10 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ സെൻറ്റിമീറ്റർ ടേംസിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 2000 + 10 എന്ന് എഴുതി. ഡിനോമിനേറ്ററിൽ നമുക്ക് ഡെസിഗ്നേറ്റഡ് ലെങ്ത് ആണ് കൊടുക്കേണ്ടത്. ഡെസിഗ്നേറ്റഡ് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര ലെങ്ത് ആണോ ചെയിൻ എന്ന് പറഞ്ഞ് നമ്മൾ മെഷർ ചെയ്യുന്നു ആ ലെങ്ത് ാണ് ഡെസിഗ്നേറ്റഡ് ലെങ്ത്, അതായത് ആ ചെയിനിൽ എഴുതിയിരിക്കുന്ന ലെങ്ത്. അപ്പോൾ അത് 20 മീറ്റർ എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഡെസിഗ്നേറ്റഡ് ലെങ്ത് 20 മീറ്റേഴ്സ്. അതിനെയും സെൻറ്റിമീറ്റർ ആക്കിയപ്പോൾ 2000 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് 251.25 മീറ്റേഴ്സ് എന്ന് ഒറിജിനൽ ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ എന്ന് കിട്ടും. അപ്പം നമ്മൾ 250 മീറ്റർ എന്ന് പറഞ്ഞ് മെഷർ ചെയ്ത ലൈനിൻ്റെ ഒറിജിനൽ ലെങ്ത് വാസ് 251.25 മീറ്റേഴ്സ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ സർവേ വർക്ക് റെസിപ്രോക്കൽ റേഞ്ചിങ് ഇസ് ആപ്ലിക്കബിൾ ഫോർ ഹില്ലി റീജിയൻ, പ്ലെയിൻ റീജിയൻ, വാലി റീജിയൻ വെൻ എൻ സ്റ്റേഷൻസ് ആർ നോട്ട് ഇൻ്റർവിസിബിൾ. അപ്പോൾ എന്താണ് റെസിപ്രോക്കൽ റേഞ്ചിങ്? ഇപ്പോൾ നമുക്ക് 2 ടൈപ്പ് റേഞ്ചിങ് ഉണ്ട്, ഡയറക്റ്റ് റേഞ്ചിങ് ആൻഡ് ഇൻഡയറക്റ്റ് റേഞ്ചിങ്. അതിൽ ഇൻഡയറക്റ്റ് റേഞ്ചിങ് ആണ് റെസിപ്രോക്കൽ റേഞ്ചിങ്. ഇപ്പോൾ 2 എൻ സ്റ്റേഷൻസ്, അതായത് നമുക്ക് സർവേ ചെയ്യേണ്ട സ്റ്റേഷൻസിൻ്റെ 2 എൻ സ്റ്റേഷൻസും തമ്മിൽ വിസിബിൾ ആണ് എങ്കിൽ, ഇൻ്റർവിസിബിൾ ആണ്, അതായത് ഒരു സ്റ്റേഷനിൽ നിന്നാൽ എൻഡ് സ്റ്റേഷൻ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയറക്റ്റ് റേഞ്ചിങ് ആണ്. എന്നാൽ ഒരു സ്റ്റേഷനിൽ നിന്ന് എൻഡ് സ്റ്റേഷൻ കാണാൻ പറ്റത്തില്ല, ഇൻ്റർവിസിബിൾ അല്ല എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് റേഞ്ചിങ്. അപ്പോൾ ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങിൻ്റെ മറ്റൊരു പേരാണ് റെസിപ്രോക്കൽ റേഞ്ചിങ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വെൻ എൻ സ്റ്റേഷൻസ് ആർ നോട്ട് ഇൻ്റർവിസിബിൾ. സൈസ് ഓഫ് ദ ഫീൽഡ് ബുക്ക് ഇസ് 10 by 12 centimeters, 20 by 12 centimeters, 22 by 15 centimeters, 25 by 15 centimeters. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫീൽഡ് ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെയിൻ സർവേയിങ് ചെയ്യാൻ നേരം നമുക്ക് ഉള്ള മെഷർമെൻറ്റ്സ്, അതേപോലെ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എൻറ്റർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബുക്കാണ് ഫീൽഡ് ബുക്ക്. ഫീൽഡ് ബുക്കിനെ കുറിച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ സൈസ് എത്ര എന്നുള്ളത്. അപ്പം കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, 20 by 12 centimeters. Size of the field book. What are the fundamental lines of theodolite? Horizontal axis, line of collimation, axis of telescope, slant line. Okay. അപ്പം നമ്മൾ ഇലക്ട്രിക്കൽ തിയോഡലൈറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചതായിരുന്നു. അപ്പം ഒരു തിയോഡലൈറ്റിൻ്റെ ഫണ്ടമെൻ്റൽ ആക്സിസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സ്ലാന്റ് ലൈൻ അല്ല, സ്ലാന്റ് ലൈൻ ഒരു ഫണ്ടമെൻ്റൽ ആക്സിസ് ഓഫ് തിയോഡലൈറ്റ് അല്ല. ബാക്കി തന്നിരിക്കുന്ന 3 തിയോഡലൈറ്റിൻ്റെ ഫണ്ടമെൻ്റൽ ലൈൻസ് ആണ്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതൊരു തിയോഡലൈറ്റിൻ്റെ ഫിഗറാണ്. അപ്പോൾ ഇതിൽ ഈ വേർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു പേരാണ് അസിമുത്ത് ആക്സിസ്. It is the axis around which the instrument rotates in the horizontal plane. ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമുക്ക് ഈ തിയോഡലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഇസ് അറൗണ്ട് ദ വേർട്ടിക്കൽ ആക്സിസ്. ഇനി ഹൊറിസോണ്ടൽ ആക്സിസ് ഓർ ട്രൂണിയൻ ആക്സിസ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ നമ്മുടെ ടെലിസ്കോപ്പിനെ നമുക്ക് വേർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ട്രൂണിയൻ ആക്സിസിന് അബൌട്ടായിട്ടാണ് നമ്മൾ വേർട്ടിക്കൽ പ്ലെയിനിൽ ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പേരായിരുന്നു ഹൊറിസോണ്ടൽ ആക്സിസ് ഓർ ട്രൂണിയൻ ആക്സിസ്. പിന്നുള്ളത് ലൈൻ ഓഫ് കൊളിമേഷൻ ആയിരുന്നു. നമ്മുടെ ഐ പീസ്, അതായത് നമ്മുടെ ടെലിസ്കോപ്പിൽ നമ്മൾ നോക്കുന്ന ആ പോർഷൻ, ആ ഐ പീസിൻ്റെ സെൻറ്റർ തൊട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ സെൻറ്റർ, ക്രോസ് ഹെയർസിൻ്റെ സെൻറ്റർ, അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് വിളിക്കുന്നത്. അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്ന ലൈനെ ലൈൻ ഓഫ് സൈറ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് 3 ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ ആക്സിസ് ഓഫ് തിയോഡലൈറ്റ്. സ്ലാന്റ് ലൈൻ എന്നൊരു ആക്സിസ് നമുക്ക് തിയോഡലൈറ്റിൽ ഇല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, അതായത് ഈ എ ബി ആൻഡ് സി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ലൈൻസ് ഓഫ് തിയോഡലൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. The axis about which the telescope and the vertical circle of the theodolite is rotated in the vertical plane is called.
ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, വെർട്ടിക്കൽ പ്ലെയിനിൽ നമുക്ക് നമ്മുടെ ടെലസ്കോപ്പിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് ദ ട്രൂണിയൻ ആക്സിസ്. ഇപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ട്രൂണിയൻ ആക്സിസ്. ഇൻ GPS സർവേ RTK സ്റ്റാൻഡ്സ് ഫോർ. ഇപ്പോൾ ഇത് റീസെൻ്റ് ആയിട്ട് നടന്ന നമ്മുടെ ഒരു PSC എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. GPS സർവേയിൽ RTKയുടെ ഫുൾ ഫോം എന്താണെന്നുള്ളത്. RTK നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് കോൾഡ് റിയൽ ടൈം കൈനമാറ്റിക്. ഇനി എന്താണ് RTK? നമ്മൾ GPS സാറ്റലൈറ്റ്സ് യൂസ് ചെയ്ത് സാറ്റലൈറ്റ്സ് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ലൊക്കേഷൻ്റെ കോർഡിനേറ്റ്സ് ഒക്കെ അയച്ചു തരുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്ന് ഫിക്സ്ഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് സ്റ്റേഷൻ്റെ ഡേറ്റ വെച്ച് നമ്മൾ ഈ സാറ്റലൈറ്റ്സ് അയച്ചു തന്ന ഡേറ്റയെ കമ്പയർ ചെയ്ത് എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മിനിമൈസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ RTK റിയൽ ടൈം കൈനമാറ്റിക് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തോളുക, RTKയുടെ ഫുൾ ഫോം ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് റിയൽ ടൈം കൈനമാറ്റിക്. അതിൽ നമ്മൾ സാറ്റലൈറ്റ്സിൻ്റെ ഡേറ്റയുടെ പുറമെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബേസ് സ്റ്റേഷൻ്റെ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് എറേഴ്സ് എല്ലാം റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിസൈസ് ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ സയൻസ് ഓഫ് അക്വയറിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദ എർത്ത് സർഫസ് വിതൗട്ട് ആക്ച്വലി ബീയിങ് ഇൻ കോൺടാക്ട്? റിസെക്ഷൻ, ട്രൈലാറ്ററേഷൻ, റിമോട്ട് സെൻസിങ്, ട്രൈലൊക്കേഷൻ. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വിത്തൗട്ട് ബീയിങ് ഇൻ ഡയറക്റ്റ് കോൺടാക്ട് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ലൊക്കേഷൻ്റെ പ്രിസൈസ് ലൊക്കേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കണ്ടുപിടിക്കുന്നതിനെ നമ്മൾ റിമോട്ട് സെൻസിങ് എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ സി. 1 hectare is equal to dash r. ഇത് നമ്മുടെ യൂണിറ്റ്സ് ഓഫ് ലാൻഡ് ഏരിയയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ലാൻഡ് ഏരിയയിൽ പഠിക്കാനുള്ള കുറച്ച് യൂണിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തേത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സെൻറ്റ് ആണ്. അപ്പോൾ ഒരു സെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 40.47 മീറ്റർ സ്ക്വയർ. ഇനി ഒരു ഏക്കർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 100 സെൻറ്റ്സ്. അപ്പോൾ 100 സെൻറ്റ് വരുമ്പോൾ അത് ഒരു ഏക്കറായി. ഇനി മറ്റൊരു യൂണിറ്റ് ആണ് 1 r. ARE 1 r എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 100 മീറ്റർ സ്ക്വയർ. ഇനി 100 r വരുമ്പോൾ അതൊരു ഹെക്ടറായി. ഇനി ഈ ഹെക്ടറിനെ നമുക്ക് ഏക്കറിൻ്റെ ടേംസിൽ പറയുവാണെങ്കിൽ ഇറ്റ് ഇസ് 2.47 acres. പിന്നുള്ള യൂണിറ്റ് നമ്മുടെ സ്ക്വയർ മൈലാണ്. ഇപ്പോൾ ഒരു സ്ക്വയർ മൈൽ എന്ന് പറയുന്നത് 640 acres ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരുന്നത് ഹെക്ടറിൻ്റെ ആയിരുന്നു. അപ്പോൾ 1 hectare is equal to 100 hours. അപ്പോൾ ഓപ്ഷൻ സി. In ordinary chain survey, the maximum permissible error is 1 in 250, 1 in 1000, 1 in 2000, 1 in 5000. ഓക്കെ, ചെയിൻ സർവേയിലെ മാക്സിമം പെർമിറ്റഡ് എറർ, അതായത് ഓർഡിനറി ജനറലി നമ്മൾ പറയുമ്പോൾ ചെയിൻ സർവേയിലെ പെർമിറ്റഡ് എറർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 1 in 1000. ഇനി സ്പെസിഫിക് ആയിട്ട് നമ്മൾ ലെവൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഹില്ലി റീജിയൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേറെ എറർ വാല്യൂസ് വരുന്നുണ്ട്. പക്ഷേ ജനറലി നമ്മൾ പറയുമ്പോൾ ചെയിൻ സർവേയിലെ പെർമിറ്റഡ് എറർ എന്ന് പറയുന്നത് 1 in 1000 ആണ്. അല്ലെങ്കിൽ പെർമിറ്റഡ് ആക്യുറസി അല്ലെങ്കിൽ പെർമിറ്റഡ് എറർ എന്ന് പറയുന്നത് 1 in 1000 ആണ്. ഓപ്ഷൻ ബി. വാട്ട് ബെഞ്ച് മാർക്ക് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ സച്ച് ആസ് അറ്റ് ദ എൻഡ് ഓഫ് എ ഡേയ്സ് വർക്ക്? ആർബിട്രറി ബെഞ്ച് മാർക്ക്, ടെമ്പററി ബെഞ്ച് മാർക്ക്, പെർമനൻറ്റ് ബെഞ്ച് മാർക്ക്, GTS ബെഞ്ച് മാർക്ക്. ഓക്കെ, അപ്പം നമ്മൾ ബെഞ്ച് മാർക്സ് പഠിച്ചപ്പോൾ ഈ പറഞ്ഞ ക്ലാസ് ടൈപ്സ് എല്ലാം പഠിച്ചതായിരുന്നു. അതിൽ നമ്മൾ ടെമ്പററി ആയിട്ട് വർക്ക് നിർത്തി വെക്കുമ്പോൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബെഞ്ച് മാർക്കിനെ ടെമ്പററി ബെഞ്ച് മാർക്ക് എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ ബി. GTS ബെഞ്ച് മാർക്ക് നമ്മൾ സർവേ ഓഫ് ഇന്ത്യ ഒക്കെ ചെയ്യുന്ന കൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നതാണ് GTS ബെഞ്ച് മാർക്സ്. പിന്നെ പെർമനൻറ്റ് ബെഞ്ച് മാർക്സ് എന്ന് പറയുന്ന ഓരോ 10 കിലോമീറ്റർ ഇൻ്റർവെല്ലിൽ നമ്മൾ GTS ബെഞ്ച് മാർക്കിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഈ പെർമനൻറ്റ് ബെഞ്ച് മാർക്സ്. ഇനി ആർബിട്രറി ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് എക്സാക്ട് എലിവേഷൻ വേണ്ട, പക്ഷേ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ, ഒരു ആർബിട്രറി ഒരു 100 മീറ്റേഴ്സ് എന്നോ അല്ലെങ്കിൽ 200 മീറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ അസ്യൂം ചെയ്തെടുത്തിട്ട് നമ്മൾ അത് വെച്ച് വർക്ക് ചെയ്യും. അപ്പോൾ അതിനെയാണ് ആർബിട്രറി ബെഞ്ച് മാർക്ക് എന്ന് വിളിക്കുന്നത്.
ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആൻറ്റിന ഇൻ GPS. ഇത് ഒരു റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. GPS ൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിന എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മൈക്രോസ്ട്രിപ്പ് ആൻറ്റിന. മൈക്രോസ്ട്രിപ്പ് ആൻറ്റിന എന്ന് വെച്ചാൽ അതിൽ പല പാനൽസ്, നമ്മൾ മെറ്റാലിക് പാനൽസ് അടുക്കി വെച്ച് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ആൻറ്റിനയാണ് മൈക്രോസ്ട്രിപ്പ് ആൻറ്റിന. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. Microstrip antenna is the most widely used antenna in GPS as it is circular or rectangular shaped metallic patch above the ground plane. The first GPS satellite was launched in 1955, 1967, 1978, 1993. അപ്പം നമ്മുടെ GPS സാറ്റലൈറ്റ്സിൽ 24 സാറ്റലൈറ്റ് ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ അതിൽ ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത് 1978 അപ്പോൾ 1978 ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തു. അങ്ങനെ ബാക്കി പുറകെ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്ത് അവസാനം 24 സാറ്റലൈറ്റ്സും ഓർബിറ്റിൽ വന്ന് ഈ GPS വർക്ക് ചെയ്യിപ്പിച്ച് തുടങ്ങിയത് 1993. അപ്പം GPS തുടങ്ങിയ ടൈം ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് 1993. പക്ഷേ ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത വർഷം ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് 1978. വിച്ച് ടൈപ്പ് ഓഫ് വേവ് ഇസ് യൂസ് ടു ഓപ്പറേറ്റ് EDM? ഇപ്പോൾ EDM എന്തായിരുന്നു? നമുക്കറിയാം ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഈ EDM മെഷർമെൻറ്റ്സിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേവ് ഏതാണ്? അൾട്രാസോണിക് വേവ്, ഇലക്ട്രിക് വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, ഓൾ ഓഫ് ദീസ്. EDM നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് യൂസ് ചെയ്യുന്നത്. Data collector is used for total station, for controlling the total station, keeping data records, helping data processing, knowing the position of pointing. Okay, data collector എന്ന ഡിവൈസ് നമുക്ക് ടോട്ടൽ സ്റ്റേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ടു കീപ് ദ ഡേറ്റ റെക്കോർഡ്സ്. ഈ കൺട്രോളിങ് ദ ടോട്ടൽ സ്റ്റേഷൻ അതേപോലെ ഡേറ്റ പ്രോസസ്സിംഗ് എല്ലാം മൈക്രോ പ്രോസസ്സറിൻ്റെ ഫംഗ്ഷനായിട്ടാണ് വരുന്നത്. ഡേറ്റ റെക്കോർഡ്സ് സ്റ്റോർ ചെയ്യുക എന്നതാണ് നമ്മുടെ ഡേറ്റ കളക്ടറിൻ്റെ യൂസ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. How the chain is adjusted if the chain is found to increase in length than the standard length? By lengthening the links at handle, by inserting new rings as required, by removing some of the rings, by straightening the bend of links. അപ്പോൾ നമ്മൾ ചെയിൻ എടുക്കാൻ നേരം ഇനീഷ്യലി പറഞ്ഞ ലെങ്ത്തിനേക്കാട്ടിലും കൂടുതലാണ് ലെങ്ത്ത്. അപ്പോൾ ലെങ്ത്ത് നമുക്ക് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ റിമൂവിങ് സം ഓഫ് ദ റിങ്സ് എന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് ലെങ്ത്ത് നമ്മളെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ബാക്കി ഓപ്ഷൻസ് എല്ലാം നോക്കുവാണെങ്കിൽ അതെല്ലാം ചെയിനിൻ്റെ ലെങ്ത്തിനെ വീണ്ടും കൂട്ടത്തേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് ആൻസർ വരാൻ പോകുന്ന ഓപ്ഷൻ സി ആണ്. ഈ ഓരോ ലിങ്ക്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് റിങ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ റിങ്സ് റിമൂവ് ചെയ്യുന്നത് നമുക്ക് ചെയിനിൻ്റെ ലെങ്ത്തിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. Which surveying is taken to determine different strata in the Earth's crust? Geological survey, astronomical survey, archaeological survey, geodetic survey. ഇത് നമ്മൾ നേരത്തെ ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. എർത്ത് ക്രസ്റ്റിൻ്റെ പല ലെയേഴ്സ് അതിനെ സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ജിയോളജിക്കൽ സർവേ ആണ്. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ആസ്ട്രോണമിക്കൽ സർവേ ഉണ്ട്. ആസ്ട്രോണമിക്കൽ സർവേ നമ്മൾ ചെയ്യുന്നത് സ്റ്റാർസിൻ്റെയും മറ്റ് പ്ലാനറ്റ്സിൻ്റെ അതേപോലെ സണ്ണിൻ്റെ മൂണിൻ്റെ ഇവരുടെയൊക്കെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ് ആസ്ട്രോണമിക്കൽ സർവേ ചെയ്യുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ചെയ്യുന്നത് നമ്മൾ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്, മോണ്യുമെൻറ്റ്സ് ഇതിൻ്റെയൊക്കെയാണ് ആർക്കിയോളജിക്കൽ സർവേയിൽ വരുന്നത്. ജിയോഡറ്റിക് സർവേ നമ്മൾ പറഞ്ഞു എർത്തിൻ്റെ കർവേച്ചറൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് സർവേ വർക്കിനെയാണ് ജിയോഡറ്റിക് സർവേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ജിയോളജിക്കൽ സർവേ. ചെയിൻ സർവേയിങ് യൂസസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാവേഴ്സിംഗ്, ചെയിനിങ്, റേഞ്ചിങ്, ട്രയാങ്കുലേഷൻ. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ചെയിൻ സർവേയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ട്രയാങ്കുലേഷൻ ആണ്. അതായത് നമുക്ക് സർവേ ചെയ്യേണ്ട പ്ലോട്ട് ഏരിയ മൊത്തം നമ്മൾ പല ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഈ ട്രയാങ്കിൾസിൻ്റെ സൈഡിൻ്റെ ലെങ്ത് ആണ് നമ്മൾ ചെയിൻ യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് യൂസ് ചെയ്ത് ഈ ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്ത് വെച്ച് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഓരോ ട്രയാങ്കിളിൻ്റെ ഏരിയ തമ്മിൽ ആഡ് ചെയ്ത് ടോട്ടൽ പ്ലോട്ട് ഏരിയ നമ്മൾ സർവേ ചെയ്ത് എടുക്കുന്നു. അപ്പോൾ ഇതാണ് ട്രയാങ്കുലേഷൻ പ്രോസസ്സ്. In a metric chain, the ends of each link is connected by 3 oval rings, 4 oval rings, 2 oval rings and 1 oval ring. Okay. മെട്രിക് ചെയിനിൽ നമ്മൾ മെട്രിക് ചെയിൻസ് പഠിക്കാൻ നേരം ഓരോ ലിങ്ക്സിനെയും തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് 3 ഓവൽ റിങ്സ് ആണ് ഉള്ളത്. The ends of each link are bent into a loop and connected together by means of 3 oval rings. Correct answer option A. Which is used to measure the accuracy of the framework of survey? Baseline, check line, tie line, subsidiary line. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുമുണ്ട്. അപ്പം സർവേ വർക്കിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈനിനെ ചെക്ക് ലൈൻ ഓർ
പ്രൂഫ് ലൈൻ എന്നും വിളിക്കാറുണ്ട്. അപ്പം ബേസ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ സർവേ ലൈൻസ് ലേ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ലെങ്ത് കൂടിയ ലൈനെയാണ് ബേസ് ലൈൻ എന്ന് വിളിക്കുന്നത്. ടൈ ലൈൻ അല്ലെങ്കിൽ സബ്സിഡറി ലൈൻ രണ്ടും സെയിം ആണ്. അത് എന്ന് പറയുന്നത് ഈ ടൈ സ്റ്റേഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനാണ് ടൈ ലൈൻസ് ഓർ സബ്സിഡറി ലൈൻസ്. ചെക്ക് ലൈൻ ഓർ പ്രൂഫ് ലൈൻ ആണ് നമ്മുടെ ആക്യുറസി ഓഫ് സർവേ വർക്ക് അത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. Where single line field book is used in surveying: ordinary work, small scale work, large scale survey with detailed work, precision work. ഓക്കെ, നമുക്ക് ഫീൽഡ് ബുക്സിൻ്റെ സൈസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. 2 ടൈപ്പ് ഫീൽഡ് ബുക്സ് ആണ് സർവേയിങ്ങിൽ യൂസ് ചെയ്യുന്നത്. സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്കും ഡബിൾ ലൈൻ ഫീൽഡ് ബുക്കും. അപ്പോൾ ഇതിൽ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്കിൽ നടുക്കൊരൊറ്റ കോളമേ ഉള്ളൂ. അതിൽ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ലാർജ് സ്കെയിലിൽ നമ്മൾ സർവേ ചെയ്യാൻ നേരം എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെങ്കിൽ നമ്മൾ ഈ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ലാർജ് സ്കെയിൽ സർവേ വിത്ത് ഡീറ്റെയിൽഡ് വർക്ക് എന്നാണ്. അപ്പോൾ എന്നാൽ ഡബിൾ ലൈനിൽ വരുമ്പോൾ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതാറില്ല. കൂടുതൽ ഡേറ്റ അല്ലെങ്കിൽ ഇൻഡെപ്തിൽ നമ്മൾ ഡീറ്റെയിൽസ് ഒന്നും എൻ്റർ ചെയ്യാത്ത ബുക്ക് ഈ ഡബിൾ ലൈൻ ഫീൽഡ് ബുക്കാണ്. അപ്പോൾ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്കിലാണ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം വിശദമായി എഴുതി ലാർജ് സ്കെയിലിൽ സർവേ ചെയ്യുമ്പോഴാണ് നമ്മൾ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്സ് യൂസ് ചെയ്യുന്നത്. Which EDM instrument is fabricated and worked on the propagation of modulated light waves? Total station, tellurometer, geodimeter, Decca navigator. ഓക്കെ, നമുക്ക് EDM ഇൻസ്ട്രുമെൻസിൽ പല ടൈപ്പ് EDM ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില EDM ഇൻസ്ട്രുമെൻറ്റ്സും അത് യൂസ് ചെയ്യുന്ന വേവ് ഏതാണ്, ഏത് ടൈപ്പ് വേവ്സ് EDM വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നും അറിഞ്ഞിരിക്കണം. മൈക്രോവേവ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ മൈക്രോവേവ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു എക്സാമ്പിളാണ് ടെലൂറോമീറ്റർ. അതേപോലെ വിസിബിൾ ലൈറ്റ് വേവ്സ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ജിയോഡിമീറ്റർ. ഇതായിരുന്നു നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത്, മോഡുലേറ്റഡ് ലൈറ്റ് വേവ്സ് യൂസ് ചെയ്യുന്ന EDM ഇൻസ്ട്രുമെൻറ്റ് ഏതാണെന്നുള്ളത്. അപ്പോൾ അത് ജിയോഡിമീറ്റർ ആണ്. പിന്നുള്ളത് ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇൻഫ്രാറെഡ് വേവ്സ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിസ്റ്റോമാറ്റ്. അപ്പോൾ ഇത് മൂന്നെങ്കിലും അറിഞ്ഞിരിക്കണം. മൈക്രോവേവ് ഇൻസ്ട്രുമെൻ്റ് ഉള്ളത് ടെലൂറോമീറ്റർ ആണ്, വിസിബിൾ ലൈറ്റ് ജിയോഡിമീറ്ററും ഇൻഫ്രാറെഡ് ഡിസ്റ്റോമാറ്റും ആണ്.